കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായ ഉത്തരവ് നൽകുന്നതിന് ഹൈക്കോടതി ജഡ്ജിമാരായ ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പും ജസ്റ്റിസ് കെ തങ്കപ്പനും കോഴ വാങ്ങിയെന്ന മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ KC പീറ്റർ. ഐസ്ക്രീം പാർലർ കേസിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയാണ് പണം വാങ്ങി ജസ്റ്റിസ് നാരായണക്കുറുപ്പ് തീർപ്പാക്കിയതെന്ന് KC പീറ്റർ. നാരായണക്കുറുപ്പിനെ പോലെ അഴിമതിക്കാരനായ ജഡ്ജി ഹൈക്കോടതിയിൽ വേറെയില്ല. പണം കൊടുക്കേണ്ട ഘട്ടങ്ങളിലൊക്കെ ജസ്റ്റിസ് തങ്കപ്പന് പണം കൊടുത്തെന്നും വെളിപ്പെടുത്തൽ. മരുമകൻ വഴിയോ അങ്ങനെയൊക്കെ അല്ലേ? കോഴ വാങ്ങിയിട്ടില്ലെന്ന ജസ്റ്റിസ് നാരായണക്കുറുപ്പ്. കുഞ്ഞാലിക്കുട്ടിയെ പോലെ ഒരു പ്രമുഖൻ ഉൾപ്പെട്ട കേസിൽ CBI അന്വേഷണം വേണമെന്ന് തോന്നിയിരുന്നില്ല. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ജനങ്ങൾക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ് പിണറായി വിജയൻ. പീറ്റർ എന്ന് പറയുന്ന ആൾ ഇവിടെ വരുന്ന ആളാണ്. ഈ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഞാൻ വിലക്കിയിട്ടുണ്ട്. എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കർശനമായിട്ട് വിലക്കിയിട്ടുണ്ട്. ശുപാർശയുടെ കാര്യത്തിൽ എന്തെങ്കിലും അതിൻ്റെ അടുത്തേക്ക് പോയിട്ട്. മന്ത്രിസ്ഥാനത്തു നിന്നും ജഡ്ജിമാരെ വിലക്ക് വാങ്ങിയത് അതീവ ഗൗരവമേറിയതെന്ന് CK ചന്ദ്രപ്പൻ. കേസിനെ രാഷ്ട്രീയമായി നേരിടുമെന്ന മുസ്ലിം ലീഗ്. UDFന്റെ അടിയന്തര യോഗം മറ്റന്നാൾ. ഐസ്ക്രീം കേസിൽ ഇന്ത്യ വിഷൻ ശേഖരിച്ച മുഴുവൻ തെളിവുകളും സർക്കാരിന് കൈമാറും. രേഖകൾ കൈമാറിയാൽ നിയമപരമായി ചെയ്യാവുന്നതെല്ലാം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ. ജഡ്ജസ് എന്നോ മറ്റ് പ്രമാണിമാരെന്നോ ഒന്നും നോക്കാതെ ഈ കാര്യത്തിൽ ഗവൺമെന്റ് ചെയ്യാവുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യുന്നതാണ്. ഇന്ത്യ വിഷന്റെ സംസ്ഥാനത്തെ വിവിധ ബ്യൂറോകൾക്ക് ഭീഷണി. ഓഫീസുകൾക്ക് സംരക്ഷണം നൽകാൻ ആഭ്യന്തരമന്ത്രിയുടെ നിർദ്ദേശം. വാർത്തകൾ വിശദമായി. ഐസ്ക്രീം പാർലർ കേസുമായി ബന്ധപ്പെട്ട് ഇന്ത്യ വിഷന്റെ പക്കലുള്ള മുഴുവൻ തെളിവുകളും സർക്കാരിന് കൈമാറാൻ എഡിറ്റോറിയൽ ബോർഡ് തീരുമാനിച്ചു. കഴിഞ്ഞ 4 മാസത്തിനിടെ ഇന്ത്യ വിഷൻ വാർത്താ സംഘം നടത്തിയ അന്വേഷണത്തിൽ ലഭിച്ച തെളിവുകളാണ് സർക്കാരിന് കൈമാറുന്നത്. എന്നാൽ അന്വേഷണത്തിനിടെ ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് ലഭ്യമായ വിവരങ്ങൾ സംപ്രേഷണം ചെയ്യും. ഇന്ത്യ വിഷന്റെ അന്വേഷണത്തിൽ വിവരങ്ങൾ നൽകിയ കേസിലെ ഇരകളുടെ സുരക്ഷയും കൂടി പരിഗണിച്ചാണ് എഡിറ്റോറിയൽ ബോർഡ് തീരുമാനമെടുത്തത്. നമസ്കാരം. കോഴിക്കോട് ഐസ്ക്രീം പാർലർ പെൺവാണിഭ കേസിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുന്നതിനു വേണ്ടി ഇന്ത്യ വിഷൻ വാർത്താ സംഘം കഴിഞ്ഞ 4 മാസമായി ചില അന്വേഷണങ്ങൾ നടത്തി വരികയായിരുന്നു. കേസിന്റെ അന്വേഷണ ഘട്ടത്തിലും വിചാരണയുടെ ഘട്ടത്തിലും അധികാര കേന്ദ്രങ്ങളിൽ നിന്ന് അവിഹിതമായ ഇടപെടലുകൾ ഉണ്ടായി എന്ന ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ഈ അന്വേഷണം. മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറിയും സംസ്ഥാനത്തിന്റെ മുൻ വ്യവസായ വകുപ്പ് മന്ത്രിയുമായ PK കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു KA റൌഫ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചില നിർണായക വിവരങ്ങൾ നൽകിയതിനെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം തുടങ്ങിയത്. കേസിലെ ഇരകളും സാക്ഷികളുമായ 3 പെൺകുട്ടികളുടെ 2 പെൺകുട്ടികളുടെ ഭർത്താക്കന്മാർ, കേസിലെ പ്രതിപട്ടികയിലെ ചിലർ, കേസ് കൈകാര്യം ചെയ്ത ഉദ്യോഗസ്ഥർ തുടങ്ങി 12ഓളം പേരുടെ വെളിപ്പെടുത്തലുകളാണ് ഞങ്ങൾ രഹസ്യ ക്യാമറയിൽ പകർത്തിയത്. അന്വേഷണ ഘട്ടത്തിലും വിചാരണയുടെ ഘട്ടത്തിലും കേസിന്റെ പ്രതിപട്ടികയിൽ മുൻ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി വരുന്നത് ഒഴിവാക്കാനുള്ള നിയമബാഹ്യമായ ഇടപെടലുകൾ നടന്നുവെന്ന വ്യക്തമായ സൂചനകളാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. സംസ്ഥാന സർക്കാരിന്റെ ഒരു മുൻ അഡ്വക്കേറ്റ് ജനറൽ, ഒരു അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ, ഒരു മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് എന്നിവർ കേസിൽ അവിഹിതമായി ഇടപെട്ടു എന്നതിന് ഞങ്ങൾക്ക് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. കേസ് പരിഗണിച്ച ന്യായാധിപന്മാരിൽ 2 പേർ കുഞ്ഞാലിക്കുട്ടിക്ക് അനുകൂലമായി വിധി നൽകുന്നതിനായി വൻതുക കൈപ്പറ്റിയിട്ടുണ്ട് എന്നാണ് ഈ വെളിപ്പെടുത്തലുകളിൽ നിന്ന് ശക്തമായ സൂചനകൾ ലഭിക്കുന്നത്. UDF സർക്കാരിന്റെ കാലത്തെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് KC പീറ്റർ തന്നെയാണ് ഒളിക്യാമറയ്ക്ക് മുമ്പാകെ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. ന്യായാധിപന്മാർക്കെതിരായ ഈ ആരോപണങ്ങൾ സ്ഥിരീകരിക്കാവുന്ന മറ്റു തെളിവുകൾ മറ്റു ചിലരുടെ മൊഴികളിൽ നിന്നും ലഭിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേസിൽ ജുഡീഷ്യറിക്കകത്ത് നടന്ന ഇടപെടലുകളെക്കുറിച്ച് ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ പുറത്തുവിടുകയാണ്. എന്നാൽ ഈ കേസിന്റെ പൂർവ്വചരിത്രം പരിഗണിച്ച് ഇന്ത്യ വിഷൻ ലഭിച്ച മറ്റു മൊഴികൾ സംപ്രേഷണം ചെയ്യേണ്ടതില്ല എന്നാണ് ഇന്ത്യ വിഷൻ എഡിറ്റോറിയൽ ബോർഡിന്റെ തീരുമാനം. ഞങ്ങൾക്ക് മൊഴി നൽകിയ കേസിലെ സാക്ഷികളായ സ്ത്രീകൾ ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്നവരാണ്.
പണവും അധികാര കേന്ദ്രങ്ങളും ചേർന്ന് നേരത്തെ ഛിന്നഭിന്നമാക്കിയ അവരുടെ ജീവിതത്തിൽ ഇനിയും അസ്വസ്ഥതകൾ ഉണ്ടാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വാർത്തകൾ പുറത്തു വന്നതിനെ തുടർന്ന് ഈ സ്ത്രീകളിൽ ചിലർ ഞങ്ങളെ വിളിക്കുകയും ദൃശ്യങ്ങൾ പുറത്തുവിടരുത് എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു. ജീവന് ഭീഷണിയുണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഈ കേസിന്റെ ചരിത്രം അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അവരെ അവിശ്വസിക്കുന്നുമില്ല. പ്രതികളെ രക്ഷിച്ചെടുക്കാൻ അന്വേഷണ സംവിധാനങ്ങൾ മുഴുവൻ ദുരുപയോഗപ്പെടുത്തപ്പെട്ട ചരിത്രമാണ് ഐസ്ക്രീം പാർലർ കേസിനുള്ളത്. പ്രതികൾക്കും കുറ്റാരോപിതർക്കുമെതിരെ നൽകപ്പെട്ട മൊഴികൾ ഞൊടിയിടയിൽ തിരുത്തപ്പെട്ട ചരിത്രവുമുണ്ട് ഈ കേസിന്. ഈ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള മൊഴിമാറ്റങ്ങൾക്ക് ഇനിയും കളമൊരുക്കുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ സാഹചര്യത്തിൽ കേസിലെ സാക്ഷികളായ സ്ത്രീകളുടെ വെളിപ്പെടുത്തലുകൾ സംപ്രേഷണം ചെയ്യേണ്ടതില്ല എന്നാണ് ഇന്ത്യ വിഷൻ എഡിറ്റോറിയൽ ബോർഡിന്റെ തീരുമാനം. ഐസ്ക്രീം പാർലർ കേസിന്റെ പുനരന്വേഷണ സാധ്യത പരിശോധിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി കോടിയേരി ബാലകൃഷ്ണൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേസ് പുനരന്വേഷിക്കുന്നതിന് നിയമപരമായ തടസ്സമില്ലെന്ന് മുൻ LDF സർക്കാരിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് കല്ലട സുകുമാരനും പ്രതികരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ കേസിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരാൻ പുനരന്വേഷണം നടത്തുന്നതിന് സർക്കാർ തയ്യാറാകുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. അത്തരത്തിലുള്ള ഒരു അന്വേഷണം പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ സംസ്ഥാന മുഖ്യമന്ത്രിക്കോ ആഭ്യന്തരമന്ത്രിക്കോ ചുമതലപ്പെടുത്തപ്പെട്ട ഉദ്യോഗസ്ഥർക്കോ ഞങ്ങളുടെ പക്കലുള്ള തെളിവുകളും വിശദാംശങ്ങളും നൽകാൻ തയ്യാറാണെന്ന് ഇന്ത്യ വിഷൻ എഡിറ്റോറിയൽ ബോർഡ് ഞങ്ങളുടെ പ്രേക്ഷകരെ അറിയിക്കുന്നു. ഐസ്ക്രീം കേസിന്റെ തെളിവുകൾ മിക്കവയും കൈവശമുള്ള ഞങ്ങൾക്ക് ഇതിൽ നടന്ന അവിഹിത നിയമലംഘന ഇടപെടലുകളെക്കുറിച്ച് പൂർണ്ണ ബോധ്യമുണ്ട്. മലയാളി പൊതുജീവിതത്തിന്റെ സംശുദ്ധിയും നീതിന്യായ വ്യവസ്ഥയുടെ സംശുദ്ധമായ നിലനിൽപ്പും ആഗ്രഹിക്കുന്ന പൊതുസമൂഹം ജാഗ്രതായ നിലപാടുകൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒപ്പം മുസ്ലിം ലീഗ് അടക്കമുള്ള കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തകരും നേതാക്കളും സത്യത്തിനു വേണ്ടി നിലകൊള്ളുമെന്നും ഞങ്ങൾ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നു. നന്ദി. ഐസ്ക്രീം പാർലർ കേസ് ഹൈക്കോടതിയിൽ പല ഘട്ടങ്ങളിൽ പരിഗണനയ്ക്ക് വന്നപ്പോൾ 2 ജഡ്ജിമാർ പ്രതികൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച സാഹചര്യമാണ് ഇന്ത്യ വിഷന്റെ അന്വേഷണത്തിൽ വ്യക്തമായത്. ജസ്റ്റിസുമാരായ കെ നാരായണക്കുറുപ്പ്, കെ തങ്കപ്പൻ എന്നിവർ പണം വാങ്ങി അനുകൂല ഉത്തരവുകൾ നൽകിയെന്ന് അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനായിരുന്ന KC പീറ്ററാണ് വെളിപ്പെടുത്തിയത്. മൂപ്പരുടെ ഒരു കാര്യം സാധിക്കാൻ വേണ്ടി അങ്ങോട്ട് അപ്രോച്ച് ചെയ്ത് കൈക്കൂലി കൊടുക്കല്ലേ ചെയ്തത്. അല്ലാണ്ട് അദ്ദേഹം ഡിമാൻഡ് ചെയ്യല്ലോ. അല്ല അങ്ങനല്ല കുട്ടി ഈ പരിപാടിക്ക് പോയത് റജീന അങ്ങനെ വെളിവുന്നപ്പോഴത്തേക്ക് പിന്നെ ഇവിടെ ഇത് ചെയ്യുന്നുണ്ട്, അങ്ങനെ അപ്രോച്ച് ചെയ്യും. അങ്ങനെ അങ്ങനെ ഈ അങ്ങനെ പബ്ലിക് അറിഞ്ഞു പുറത്തു പോയി. അപ്പൊ അത് കുഴപ്പമില്ല. അതിനിടയ്ക്ക് ഇവിടെ അങ്ങനെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തും. ന്യൂസ് അറ്റ് 8 PM brought to you by പുതിയ ആംസ്ട്രോങ്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരുപോലെ ഉപയോഗിക്കാം. പ്രധാന